നമസ്കാരം. വിശ്വാസം ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നത്? ഒരുപക്ഷേ അതൊരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്കുള്ളൊരു ഉറച്ച ബോധ്യം. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി, അനുസരണം എന്നതൊക്കെയായി ബന്ധിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. വിശ്വാസം, അവിശ്വാസം എന്നീ ആശയങ്ങളെ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലൂടെ കാണുന്ന ഒരു വിശകലനം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം മാത്രമാണോ? അതോ അതിനുമപ്പുറം എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ അതിനുണ്ടോ? ഈ ചോദ്യമാണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം കാതൽ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന്. പല അബ്രാഹാമിക് മതങ്ങളിലും ഈ ആശയം നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസം വെറുമൊരു വാക്കല്ല, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഒരു ആശയം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു 5 ഘട്ടങ്ങളിലൂടെ പോകണം. ആദ്യം വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. പിന്നെ ആദ്യത്തെ അവിശ്വാസിയുടെ കഥയിലേക്ക് കടക്കാം. അതിനുശേഷം വിശ്വാസത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്നും ഷിർക്ക് എന്ന പാപത്തിന്റെ നമ്മൾ അധികം കേൾക്കാത്തൊരു തലവും. അവസാനം ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പും. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം വിശ്വാസവും പ്രവൃത്തിയും. ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം ഇതാണ്: ഒരാളുടെ വിശ്വാസത്തെ അയാളുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ഒരിക്കലും വേർപെടുത്താൻ സാധിക്കില്ല, രണ്ടും ഒന്നാണ്. ഈ ആശയം മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം നോക്കാം, അല്ലേ? തീക്ക് നല്ല ചൂടുണ്ടെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ പോയി അതിൽ തൊടുമോ? ഇല്ലല്ലോ. ആ പ്രവൃത്തി, അതായത് ആ തൊടാതിരിക്കൽ, അതുതന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. വിശ്വാസം ഒരു പ്രവൃത്തിയാണെങ്കിൽ പിന്നെന്താണ് അവിശ്വാസം? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഈ വിശകലനം നമ്മളെ കൊണ്ടുപോകുന്നത് ഖുർആനിലെ ഒരു പഴയ കഥയിലേക്കാണ്. ഒരുപക്ഷേ നമ്മുടെ പല ധാരണകളെയും ഒന്ന് മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കഥ. അപ്പോൾ കഥ നടക്കുന്നത് സ്വർഗത്തിലാണ്. മാലാഖമാരുടെയൊക്കെ കൂട്ടത്തിൽ ഇബ്ലീസ്, അതായത് സാറ്റാൻ, നിൽക്കുന്ന ഒരു രംഗം. ഇവിടെ വെച്ചാണ് ഖുർആൻ പറയുന്ന ആദ്യത്തെ അവിശ്വാസപരമായ പ്രവൃത്തി നടക്കാൻ പോകുന്നത്. ദൈവം മാലാഖമാർക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ്. ആ സന്ദർഭത്തെക്കുറിച്ചുള്ള ഖുർആൻ വാക്യം ഇങ്ങനെയാണ്: ആദമിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ നാം മലക്കുകളോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് ഒഴികെ എല്ലാവരും പ്രണമിച്ചു. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും അങ്ങനെ അവിശ്വാസികളിൽ പെടുകയും ചെയ്തു. ഇവിടെയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇബ്ലീസിന് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നാണോ ഇതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. കാരണം അവൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നയാളാണ്. അപ്പോൾ പിന്നെ എന്തായിരുന്നു പ്രശ്നം? എന്തുകൊണ്ടാണ് അവനെ അവിശ്വാസി എന്ന് വിളിച്ചത്? ഇതാണ് ഈ വിശകലനത്തിന്റെ കാതൽ. ഇവിടെ അവിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയല്ല, മറിച്ച് അതൊരു പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന പ്രവൃത്തി, അതായത് അനുസരണക്കേട്. ശരി, അപ്പോൾ അവിശ്വാസം അനുസരണക്കേടാണെങ്കിൽ എന്തായിരിക്കും യഥാർത്ഥ വിശ്വാസം? ആ ഇബ്ലീസിന്റെ കഥയുണ്ടല്ലോ, അത് നമ്മളൊരു പുതിയ നിർവചനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈയൊരു താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ സാധാരണ ധാരണയാണ്. വിശ്വാസം ഒരു മാനസികാവസ്ഥ, അവിശ്വാസം ദൈവത്തെ നിഷേധിക്കൽ. എന്നാൽ വലതുവശത്ത് നോക്കൂ, ഈ സ്രോതസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? വിശ്വാസം എന്നത് ദൈവത്തിന്റെ ദൂതനോടുള്ള സമർപ്പണവും അനുസരണവുമാണ്. അവിശ്വാസമോ? അത് ദൈവത്തിന്റെ കൽപ്പനയോടുള്ള അനുസരണക്കേടാണ്. ഈ വാദത്തിന് ശക്തി പകരാൻ ഖുർആനിലെ തന്നെയൊരു വാക്യം നോക്കാം. ദൂതൻ നിങ്ങൾക്ക് നൽകിയതെന്തോ അത് സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയതെന്തോ അതിൽ നിന്ന് മാറി നിൽക്കുക. ഇതിലൂടെ പ്രവാചകനോടുള്ള അനുസരണം ദൈവത്തോടുള്ള അനുസരണമായി മാറുകയാണ്. ഈ ആശയം ഇസ്ലാമിൽ മാത്രമുള്ള ഒന്നല്ല കേട്ടോ. നമുക്ക് ജൂതമതത്തിലേക്ക് നോക്കാം. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള മോശയുടെ കൽപ്പന ഇസ്രായേലിയർ നിരസിച്ചപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, എത്ര കാലം അവർ എന്നിൽ വിശ്വസിക്കാതിരിക്കും? കണ്ടോ, ഇവിടെയും അവരുടെ പ്രവൃത്തിയില്ലായ്മയാണ്, ആ അനുസരണക്കേടാണ് അവിശ്വാസമായി ദൈവം കാണുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്തുമതത്തിലും നമുക്ക് കാണാം. യേശു പറയുന്നതെന്താ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഇവിടെയും സ്നേഹവും വിശ്വാസവുമെല്ലാം പ്രവൃത്തിയിലൂടെയാണ്, കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്ന ഷിർക്ക്, അതായത് ദൈവത്തിൽ പങ്കുകാരെ ചേർക്കുക എന്നതിനെ ഈ സ്രോതസ് എങ്ങനെയാണ് പുനർനിർവചിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഷിർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിവരുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ചിത്രമാണ്, അല്ലേ? എന്നാൽ ഈ വിശകലനം നമ്മളെ കൊണ്ടുപോകുന്നത് ഷിർക്കിന്റെ തികച്ചും വ്യത്യസ്തമായ, ഒരുപക്ഷെ അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു തലത്തിലേക്കാണ്. ഈയൊരു പുതിയ ആശയം വരുന്നത് മുഹമ്മദ് നബി ഒരു ഖുർആൻ വാക്യം വിശദീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു,
അവർ അവരുടെ പുരോഹിതന്മാരെയും റബ്ബിമാരെയും ദൈവങ്ങളായി സ്വീകരിച്ചു. ഇത് കേട്ട ഒരു അനുചരന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, പക്ഷേ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടിയാണ് ഈ വാദത്തിന്റെ എല്ലാം അടിസ്ഥാനം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അവർ, അതായത് പുരോഹിതന്മാർ, ദൈവം അനുവദിച്ചത് വിലക്കുകയും ദൈവം വിലക്കിയത് അനുവദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ അനുസരിക്കുന്നില്ലേ? ഉണ്ട് എന്ന് അനുചരൻ മറുപടി നൽകി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതെന്താണെന്നോ, അതുതന്നെയാണ് അവരെ ആരാധിക്കൽ. അപ്പോൾ ഈ സ്രോതസ്സ് പറയുന്നതെന്താണ്? ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറയുന്നത് ഒരു പ്രതിമയുടെ മുന്നിൽ കുമ്പിടുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ നിയമങ്ങളെ മറികടക്കുന്ന മനുഷ്യരെ അന്ധമായി അനുസരിക്കുന്നതാണ്. അതിനെയാണ് അനുസരണത്തിലൂടെയുള്ള ശിർക്ക് എന്ന് പറയുന്നത്. വിശ്വാസം എന്നു പറഞ്ഞാൽ അനുസരണമാണെങ്കിൽ അത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുന്നിലെത്തിക്കും. നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ഇതാണ് നമ്മുടെ അവസാന ഭാഗം, ഒരു തിരഞ്ഞെടുപ്പിന്റെ കഥ. നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഉദ്ധരണി നോക്കാം. ഓരോ ജനതയെയും അവരുടെ നേതാവിനൊപ്പം, ഇമാമിനൊപ്പം നാം വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഓരോ വ്യക്തിയും അവൻ സ്നേഹിച്ചവരോടൊപ്പമായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകത്ത് നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ നേതാവായി കണ്ടത്, അത് നിങ്ങളുടെ അന്ത്യനാളിലെ വിധിയെ വരെ നിർണ്ണയിക്കും. ഈ സ്രോതസ്സ് പറയുന്നതനുസരിച്ച് നമുക്ക് മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ ദൈവം നിയമിച്ച നേതാവിനെ അനുസരിക്കുക, അത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ മറ്റേതൊരു അതോറിറ്റിയെയും അനുസരിക്കുക, അത് സാത്താനെ അനുസരിക്കുന്നതിന് തുല്യമാണെന്നും അത് വാദിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. വിശ്വാസം നിർവചിക്കപ്പെടുന്നത് അനുസരണത്തിലൂടെയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ കൂറ്, നിങ്ങളുടെ അലീജിയൻസ് അത് ആരോടാണ്? നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആരുടെ കൽപ്പനകളെയാണ് ശരിക്കും പിന്തുടരുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിശകലനം ഞാനിവിടെ നിർത്തുന്നു. ഒന്നാലോചിച്ചു നോക്കൂ.